കഴിഞ്ഞ 60 കൊല്ലം ബി.ജെ.പി കഷ്ടപ്പെട്ട് നേടിയ വിജയമാണ് ഇപ്പോൾ കേരളത്തിലേത്. ബി.ജെ.പി വിശാല സംസ്ഥാന നേതൃയോഗത്തിന് തിരുവനന്തപുരത്തെത്തിയ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദയുടെ വാക്കുകൾ നിറഞ്ഞ കയ്യടിയോടെയാണ് ബി.ജെ.പി പ്രവർത്തകർ ഏറ്റെടുത്തത്. ആദിശങ്കരന്റെ നാടാണ് കേരളമെന്നും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ എല്ലാവർക്കും നന്ദിയെന്നും അദ്ദേഹം അറിയിച്ചു. അതായത് സനാതന ധർമ്മത്തെ സംരക്ഷിക്കാനാണ് ആദിശങ്കരാചാര്യൻ ഭാരതം മുഴുവൻ യാത്ര ചെയ്തത്. ഗുരുക്കന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും നാടാണ് കേരളം. കഠിനാധ്വാനികളുടെയും സൗമ്യ സ്വഭാവമുള്ളവരുടെയും നാടാണിവിടം. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു ബി.ജെ.പി എം.പി ലോക്സഭയിൽ എത്തിയിരിക്കുന്നു. സൈദ്ധാന്തികമായി അടിത്തറയുള്ള പാർട്ടിയാണ് ബി.ജെ.പി. തുടർച്ച മാത്രമല്ല, സ്ഥിരതയും ബി.ജെ.പിക്കൊപ്പമുണ്ട്. മൂന്നാം മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതാണ്. കഴിഞ്ഞ 60 കൊല്ലം ബി.ജെ.പി കഷ്ടപ്പെട്ട് നേടിയ വിജയമാണ് കേരളത്തിലേത്. ജനങ്ങളുടെ വികാരത്തെ നിങ്ങൾ വോട്ടായി ഞങ്ങൾക്ക് തന്നു. ഒഡീഷയിൽ ബി.ജെ.പി അധികാരത്തിലെത്തി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയാണ് ബി.ജെ.പി എന്ന് പലരും മുദ്രകുത്തിയിരുന്നു. അവർക്കായുള്ള മറുപടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. ബി.ജെ.പി അത് മാറ്റിയെഴുതി. തെലങ്കാനയിലും അരുണാചൽ പ്രദേശിലും ബി.ജെ.പി വോട്ട് വാരിക്കൂട്ടി. ബി.ജെ.പി ഓൾ ഇന്ത്യ പാർട്ടി എന്ന് തെളിയിക്കാൻ ഈ വിജയം കൊണ്ട് കഴിഞ്ഞു. വിജയം കേരളത്തിലും ആവർത്തിക്കും. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായതിൽ ബി.ജെ.പി പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് കേരളത്തിൽ ബി.ജെ.പി പ്രവർത്തകർ പ്രവർത്തിക്കുന്നതും. തമിഴ്നാട്ടിലും നാം വിജയിക്കുമെന്ന് ഉറപ്പാണ്. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ബി.ജെ.പി പരാജയപ്പെട്ടെങ്കിലും ആ പരാജയത്തിന് വിജയത്തിന്റെ മഹത്വമുണ്ടായിരുന്നു. തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയം. ഭാവിയിൽ നിയമസഭാ മണ്ഡലങ്ങൾ അടക്കം വിജയിക്കാനാകും. കൂടാതെ 13 സംസ്ഥാനത്ത് സീറ്റില്ലാത്ത പാർട്ടി എന്തിനാണ് ഭാരത് ജോഡോ യാത്ര നടത്തിയതെന്നും അദ്ദേഹം ചോദിക്കുന്നു. അതായത് കോൺഗ്രസിന്റെ കണക്കിന് അറിയില്ല എന്നാണ് പറയുന്നത്. 2014-ലും 2019-ലും കോൺഗ്രസിന് കിട്ടിയ സീറ്റ് കിട്ടിയാൽ 2024-ൽ ബി.ജെ.പിക്ക് കിട്ടിയ സീറ്റിന്റെ അത്ര പോലും വരില്ലെന്ന് ജെ.പി നദ്ദ പരിഹസിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ബി.ജെ.പി വിശാല നേതൃയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇത്തൽ കണ്ണി പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പശ്ചിമ ബംഗാളിൽ തൃണമൂലിന്റെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചില്ലെന്നും കോൺഗ്രസ് 0 സീറ്റിൽ ഒതുങ്ങിയെന്നും ലോക്സഭാ കക്ഷി നേതാവ് ഉൾപ്പെടെ തോറ്റുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രാദേശിക പാർട്ടികളുടെ വോട്ടുകൾ കൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്നത്. രാഹുലിനെതിരെ മത്സരിച്ച ആനി രാജയുടെ ഭർത്താവ് ഡൽഹിയിൽ കോൺഗ്രസിനായി വോട്ട് പിടിച്ചു. വയനാട്ടിൽ ലീഗിന്റെ കൊടി വരെ മാറ്റേണ്ടി വന്നു. ഒരാശയവുമില്ല, എല്ലാം സീറ്റിന് വേണ്ടി മാത്രമാണ്. ഇന്ത്യ സഖ്യം തന്നെ അങ്ങനെയാണ്. ഇടതു നേതാക്കൾ ആശയം പണയം വെച്ച സീറ്റിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇന്ത്യ എന്താണെന്ന് 2014-ന് മുൻപും ശേഷവും നമ്മൾ വിലയിരുത്തണം. ഇരുട്ടിന്റെ ഭീകരത കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ വെളിച്ചത്തിന്റെ സുഖം അറിയുകയുള്ളൂ. ഇന്ന് രാജ്യം വലിയ തോതിൽ പുരോഗമിക്കുന്നു. കേരളത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം സർക്കാർ ചെയ്യുന്നുണ്ട്. മെട്രോ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എല്ലാ വിധത്തിലുമുള്ള സഹായവും ചെയ്യുന്നു. വിദ്യാഭ്യാസമുള്ള നിരക്ഷകരായ കോൺഗ്രസുകൾ ഇവിടെ തൊഴിലില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. 83,000 കോടിയുടെ സൈനിക ഉൽപ്പന്നങ്ങൾ രാജ്യം കയറ്റുമതി ചെയ്യുന്നു. സാധാരണക്കാർക്കും കൃഷിക്കാർക്കും വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.